കണ്ണൂർ മണ്ഡലത്തിൽ മാത്രം നടന്നത് 1600 കോടിയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. 60 കോടിയുടെ 25 പദ്ധതികൾ കൂടി മാർച്ച് ആദ്യവാരം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗതാഗത കുരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ പ്രവൃത്തി തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ 1600 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ മാർച്ച് 1 മുതൽ 5 വരെ 60 കോടിയുടെ 25 പ്രവർത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ 1ാം ഘട്ടത്തിനും തുടക്കം കുറിക്കും. ടൗണിലെ 3 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 9:30 നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാർച്ച് 1 മുതൽ 5 വരെ കണ്ണൂർ മണ്ഡലത്തിൽ 60 കോടിയുടെ 25 പ്രവൃത്തികൾ ആരംഭിക്കുന്നു. കണ്ണൂരിൻ്റെ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികളായ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയുടെ 1ാം ഘട്ടം ടൗണിലെ 3 റോഡുകളുടെ പ്രവൃത്തി ആരംഭം മാർച്ച് 2 രാവിലെ 9:30 മണിക്ക്. ആകെ 14 പ്രവൃത്തികളിലായി 23 കോടിയോളം രൂപയുടെ പ്രവൃത്തികളുടെ പൂർത്തീകരണവും 35 കോടിയുടെ 10 പ്രവൃത്തികൾക്ക് ആരംഭം കുറിക്കുവാനും സാധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 1600 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും വികസനത്തിൻ്റെ നേട്ടമെത്തിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന ചാരിത്രത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒട്ടേറെ പദ്ധതികൾ ഈ കാലയളവിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തിയാക്കിയ തോട്ടട ടൗൺ സൗന്ദര്യവൽക്കരണം, മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ അനുവദിച്ച 35 റോഡുകളിൽ പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം എന്നിവ മാർച്ച് 5 വൈകിട്ട് 5 മണിക്ക് നടക്കും. 23 കോടിയോളം രൂപയുടെ 14 പ്രവൃത്തികളുടെ പൂർത്തീകരണവും 35 കോടിയുടെ 10 പ്രവൃത്തികളും മണ്ഡലത്തിൽ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കാൻ കഴിഞ്ഞ 2 LDF സർക്കാരുകളുടെ കാലത്തും ഇടപെടാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കണ്ണൂർ മണ്ഡലം വികസന സമിതി കൺവീനർ N. ചന്ദ്രൻ, U. ബാബു ഗോപിനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.